ഞാൻ മിഖാലിൻ്റെ ടെക്നിക്കൽ ക്രൂവിൻ്റെ കൂടെയാണ് ഇന്ന് ഞാൻ ഇരിക്കുന്നത്. ഈ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഞാൻ ആദ്യം നമ്മുടെ ഡയറക്ടറിനോട് തന്നെ ചോദിക്കാം. ജോസഫ്, എന്താണ് ഞാൻ മിഖാൽ? ഞാൻ മിഖായൽ എന്ന് പറയുന്നത് ടാഗ്ലൈൻ പറയണ പോലെ ഇറ്റ്സ് എൻ എക്സ്ട്രാ ഓർഡിനറി ടെയിൽ ഓഫ് എൻ ഓർഡിനറി മാൻ. കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് അറിയണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ബിക്കോസ് we don't know anything about Njan Mikhael. ഇപ്പം ഞങ്ങൾ പോയി ഗൂഗിൾ ചെയ്താൽ ഒന്നും കിട്ടത്തില്ല. ബിക്കോസ് you haven't put out anything. The only thing out is the posters. And while I was looking at the posters, I can see books, I can see the wilderness kind of a feel over there. Who made this poster? This poster was designed by Sanoop. And Sanoop is a mainstream. Sanoop is in mainstream film. Yeah. Malayalam film industry poster designer ആണ്. And he did an amazing job with this. Yes. നമ്മൾ ഈ ഇത് സിനിമ കണ്ടുകഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പോസ്റ്റർ എന്താണെന്നും അത് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിനിമ കണ്ടുകഴിയുമ്പോൾ കുറച്ചുകൂടി ഇറ്റ് വിൽ മേക്ക് സെൻസ്. And I don't want to add anything at this stage, but of course, everything is there for a reason. Yes, it is. അപ്പോൾ അത് മനോഹരമായിട്ട് വന്നു എന്നുള്ളതാണ്. Anyway, that was a really because that is the only thing we have to look and see what this movie is. അതിന് ഞാൻ സനൂപിന്റെ അടുത്ത് നന്ദി പറയുന്നു. So you haven't told any the story or anything about this movie out till now, isn't it? കറക്റ്റ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് സിനിമ ഷുഡ് കമ്മ്യൂണിക്കേറ്റ് എന്നാണ്. അപ്പം നമ്മൾ അതിനു മുമ്പ് നമ്മൾ അത് പറയേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ ഇത് കൊച്ചു സിനിമയാണ്, നമ്മുടെ ഒരു ഹമ്പിൾ അറ്റംപ്റ്റ് ആണിത്. അപ്പോൾ അത് സിനിമ കാണുമ്പോൾ സിനിമ ആൾക്കാരിലോട്ട് സംവദിക്കുന്നു. That'll be basically ഞാൻ മിഖാൽ. Okay. So this is your fourth movie, isn't it? അതെ. All your older movies, I wouldn't say old because those are new still, അതിനൊക്കെ എപ്പോഴും ഒരു ഭയങ്കര ഇൻറ്റൻസ് തോട്ട് പ്രൊവോക്കിംഗ് ഒരു മെസ്സേജ് ഉണ്ടാവും. Can we expect the same from Njan Mikhael also? നമ്മളിപ്പോൾ ഒരു മെസ്സേജ് പറയാനല്ല നമ്മളൊരു സിനിമ ചെയ്യുന്നത്. ബട്ട് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം നമ്മൾക്ക് പറയാനുണ്ടെങ്കിൽ അതിലൊരു സിനിമ ഞാൻ കാണുമ്പോൾ നമ്മളത് അറ്റംപ്റ്റ് ചെയ്യുന്നു. ഓഫ് കോഴ്സ് ഈ സിനിമയും അതുപോലത്തെ ഒരു സിനിമ തന്നെയായിരിക്കും. ആൻഡ് അങ്ങനെ ഒരു സിനിമയാണ് നമ്മളെല്ലാവരും അറ്റംപ്റ്റ് ചെയ്തേക്കുന്നത്. ഹോപ്പ്ഫുള്ളി ആൾക്കാർ ഓഡിയൻസ് കാണട്ടെ, നമ്മളത് കൂടുതൽ പറയണ്ടല്ലോ. ഈ യൂഷ്വലി ഒരു മൂവിക്ക് ഒരു 24 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഫ്രം ഡയറക്ടർ ടു സിനിമാറ്റോഗ്രാഫി ഓർ കൊറിയോഗ്രാഫി ആൻഡ് ദർ സോ മെനി ഡിപ്പാർട്ട്മെൻറ്റ്സ്. ബട്ട് ഐ തിങ്ക് ഫോർ ദിസ് മൂവി യു ഹാവ് ജസ്റ്റ് ദ wonderful talented people sitting next to us now. Can you introduce them to us? Of course. ഇപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ സിനിമയുടെ നിർമ്മാതാവാണ് ആദ്യം വേണ്ടത്. കാരണം ഒബ്വിയസ്ലി യു നോ ദാറ്റ് there are a lot of money involved. ഇപ്പോൾ കൊച്ചു സിനിമയാണെങ്കിലും അതിന് ജസ്റ്റിഫൈ ആണെങ്കിൽ സ്പെൻഡ് ചെയ്യണം. You have to spend. അപ്പോൾ അനീഷ് കെ സെബാസ്റ്റ്യൻ ആണ് ഈ സിനിമയുടെ നിർമ്മാതാവ്. അനീഷ് വാസ് ദ കോ പ്രൊഡ്യൂസർ ഓഫ് മുല്ലപ്പെരിയാർ ചതിക്കല്ലേ. അപ്പോൾ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷിന് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അനീഷിന് എപ്പോഴും. നമ്മുടെ കൂടെ ഉണ്ട് അനീഷ്. അതായത് എൻ്റെ ഫോട്ടോ ബാനറിൽ വേണ്ട, എൻ്റെ അത് വേണ്ട, ഇതുവരെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ചേട്ടാ, ഇങ്ങനെ മതി നമുക്ക് എന്ന് പറഞ്ഞ് വളരെ ഹമ്പിളായിട്ടുള്ള ഒരു സിനിമയുടെ ആ സിനിമയ്ക്ക് വേണ്ടി നിൽക്കണ ഒരു വ്യക്തിയായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കണം. സോ ആദ്യമായിട്ട് അനീഷിനാണ് അതിൻ്റെ ഒരു ഫുൾ ക്രെഡിറ്റ്. ദിസ് ഫിലിം ഇസ് ബിക്കോസ് ഓഫ് അനീഷ് കെ സെബാസ്റ്റ്യൻ. അപ്പോൾ അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ഇതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ, സിനിമ പറഞ്ഞാലും ഒരുപാട് ആൾക്കാരില്ല. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി രാകേഷ് VR. അപ്പോൾ രാകേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന രീതിയിൽ രാകേഷിൻ്റെ കോൺട്രിബ്യൂഷൻ ഇസ് അമേസിങ്. വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള സമയ കൺസ്ട്രെയിൻസ് ഉണ്ട് അതിൻ്റെ ടൈമിൻ്റെ കാര്യത്തിൽ. അപ്പോൾ കൂടെ നിൽക്കണം, അതേപോലെ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സിനിമാറ്റോഗ്രാഫറിനെയാണ് നമുക്ക് വേണ്ടത്. ആൻഡ് ഹി ഡിഡ് എ ഫാന്റാസ്റ്റിക് ജോബ് in this movie. It was very easy for me to communicate with Rakesh. ഞാൻ പറയണത് പുള്ളി പറയണത് എനിക്കും മനസ്സിലാകുന്നുള്ളിടത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഐ ഫീൽ ദാറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ രാകേഷിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇസ് ഇമെൻസ് ഇതിൻ്റെ അകത്ത്.
പിന്നെ എനിക്ക് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പോൾ ഭരതിനെ സംബന്ധിച്ചിടത്തോളം ഭരത് എൻ്റെ കൂടെ തന്നെയാണ്. ഹി വാസ് വിത്ത് മീ ഫ്രം ആൻഡ് ഈവൻ നൗ. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ. ഭരതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാ രീതിയിലും ഇപ്പം നമുക്ക് ഒരാൾ 10 പേര് ജോലി എടുക്കണം ഇത് നടത്തണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് മുതൽ ഇപ്പോൾ ഇവിടം വരെ ഭരതിൻ്റെ കോൺട്രിബ്യൂഷൻ ഈസ് ജസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്. ഐ മീൻ ഐ എം ബ്ലെസ്ഡ് ടു ഹാവ് ഹിം ഇൻ ദ ടീം. അപ്പോൾ അങ്ങനെ ഒരുപാട് വളരെ നല്ല കഴിവുള്ള കുറേ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. So I'll just go to Anish. Anish, why did you produce this Njan Mikhael? What led to that decision? എന്താ പറയുക, ചേട്ടൻ ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങളും ഈസ് എ മാൻ ഓഫ് പെർഫെക്ഷൻ. ഈസ് ട്രൈങ് ടു ബി ദ മാൻ ഓഫ് പെർഫെക്ഷൻ. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഓരോ സമയം ഇതിനു മുമ്പത്തെ മൂവിയാണേലും ഓരോന്നിനും നമുക്ക് അതിൻ്റേതായ ഒരു വ്യത്യസ്തത അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതൊരു കാര്യമാണ്. പിന്നെ അതേപോലെ ഹീസ് എ ഡെഡിക്കേറ്റഡ് ഓൾവേസ്. കാരണം ഉള്ള ജോലിയുടെ കൂട്ടത്തിലുള്ള സമയം എത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇപ്പം ഞാനിപ്പം ഒബ്വിയസ്ലി പൈസ മുടക്കുന്നുണ്ടെന്ന് തന്നെ അപ്പുറത്തേക്ക് ചേട്ടനാണ് എല്ലാം ഓൾ ഇൻ ഓൾ. കാരണം ഓരോ കാര്യങ്ങളും നമ്മളൊരു ഫുൾ മൂവി നാട്ടിൽ ചെയ്യുന്ന എങ്ങനെയാണോ അതേ രീതിയിലാണ് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ക്വാളിറ്റി. രാകേഷ്, you have worked with ഒത്തിരി ആൾക്കാരോട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാൻ ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാൻ എന്തുകൊണ്ടാണ് ജോസ് സണ്ണി ചോദിച്ചപ്പം യെസ് എന്ന് പറഞ്ഞത്? പ്ലസ് വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ജോസ് സണ്ണി? അതെ, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു വലിയ മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ ഓരോ സീൻ എടുക്കുമ്പോഴും ഒക്കെ സാധാരണ ഞാൻ നാട്ടിലൊരു മൂവിയുടെ കൂടെയൊക്കെ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ അതേപോലെ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ സംവിധാനം ഞാൻ ഏതാണ്ട് 10 സംവിധായകരോട് ഇവിടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. സെറ്റിയിൽ പല നാട്ടിൽ നിന്ന് വന്നവരുണ്ട്, ഫിലിം ഡയറക്ടേഴ്സ് വന്നപ്പം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരുടെ ഒരു ശൈലിയില്ല അവർ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം ജോസ് ബ്രോ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത് എനിക്കിങ്ങനെ ഇപ്പം നേരത്തെ ചില ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടത്, എനിക്ക് തന്നെ അത് മനസ്സിലായോ എന്നൊരു സംശയം. ഞാൻ വെച്ച് ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? പക്ഷെ പുള്ളിക്കാരനത് കൃത്യമായി അറിയാം അവസാനം ഇതെങ്ങനെ വരുമോ. ഞാൻ പിന്നെ അവസാനം എഡിറ്റ് ചെയ്ത് കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ പുള്ളിയുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ആ സീൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ അതിനനുസരിച്ച് ലൈറ്റ് അവൈലബിൾ നമുക്കുള്ളതിലൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ജോസിൻ്റെ മുല്ലപ്പെരിയാർ ചതികല്ലേ കണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വിളിച്ചപ്പോഴേ ഞാൻ ഫ്രീ ആയിരുന്നു, ഞാൻ റെഡി. നമുക്ക് അങ്ങനെയല്ലേ, ഓരോന്നും ഓരോ എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ പഠിക്കുകയുള്ളൂ മുന്നോട്ട് വരാൻ. ഇവിടെയും രാകേഷ് പഠിച്ചു പിന്നെ അത് ഓരോരുത്തരും. ഞാൻ ഒരിക്കൽ ഒരു ഫിലിം ഡയറക്ടറോട് ഞാൻ ചെയ്തിട്ടുണ്ട്, അയാൾ ഫിലിം ചെയ്തിട്ടുള്ള നാട്ടിൽ. അപ്പോൾ ബാലു ഒക്കെ അഭിനയിച്ച മറ്റേ ഉപ്പും മുളകില്ല അതൊക്കെ എവിടെ ചെയ്തത്. അപ്പോൾ അയാൾ വെക്കുന്നത് ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ വേറെ രീതിയാണ്. പക്ഷെ അതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ സിനിമ അത് നല്ല രസമാണ്. ഇപ്പം ജോസ് അതുമല്ല, ജോസിൻ്റെ എല്ലാം വളരെ വ്യത്യാസമാണ്. പക്ഷേ അമേസിങ് അവസാനം അത് പുള്ളിയുടെ ആ എഡിറ്റിംഗ് കപ്പാസിറ്റിയാണ്. എഡിറ്റിംഗ് കപ്പാസിറ്റി ആ ഫിലിമിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ജ്ഞാനം, ആ കഥാപാത്രം എങ്ങനെ ഇരിക്കണം, ആ ഫ്രെയിം എങ്ങനെ ഇരിക്കണമെന്ന്. അതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു. പാടെന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഇത് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു ഡിഫിക്കൽട്ടീസ് അതെല്ലാം ഓവർകം ചെയ്യാനും പറ്റും. പിന്നെ ഓവർകം ചെയ്തു പ്രോഡക്റ്റ് ഞാൻ കണ്ടല്ലോ. So you are happy. ഇത് രാകേഷ് പറഞ്ഞപ്പോഴാണ് ഐ എം ജസ്റ്റ് വാണ്ടിങ് ടു ആസ്ക് യു, സോറി ഐ എം കമ്മിങ് ടു യു ഭരത് സൂൺ, ബട്ട് ബിഫോർ ദാറ്റ് എനിക്ക് ചോദിക്കേണ്ടത്, സോ വെൻ യു ആർ ഡൂയിങ് ദ മൂവി ഓർ യു ആർ ഷൂട്ടിങ് എ സീൻ, യു ആർ ഓൾറെഡി സീയിങ് ഇറ്റ് ആസ് എ മൂവി ബിയോണ്ട്, ലൈക്ക് ഞങ്ങളൊക്കെ തിയേറ്ററിൽ കാണാൻ പോകുന്ന ആ ഒരു ഫ്രെയിമിലാണ് യു ആർ സീയിങ് ഇറ്റ്, ഓൾ ദ ഫ്രെയിംസ്, ഇസ് ഇറ്റ്? ഇപ്പോൾ രാകേഷ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യണത് ഈ 3 പേരായിട്ടാണ്. അപ്പോൾ നമുക്കൊരു ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻവോൾവ്. പല എക്സ്പെർട്ടീസിൻ്റെ ഒരു
ഒരു കൾമിനേഷനാണ് സിനിമ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കതില്ല. അപ്പോൾ അത് കാരണം എക്സ്പെർട്ടീസ് ആണ് നമുക്ക് DOPൻ്റെ എൻ്റെ കൂടെ അസോസിയേറ്റ്. അവരുടെ ഇൻക്രെഡിബിൾ വർക്ക് കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്ലസ് നമുക്ക് ഇത് ആവശ്യമുള്ള ഷോർട്സ് മാത്രം എടുത്താൽ ഇങ്ങനത്തെ സിനിമകൾ നമുക്ക്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ലോട്ട് ഓഫ് മണി ഇൻവോൾവ്. നമുക്ക് അതിലോട്ട് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി വി കാൻ സ്പെൻഡ് ദോസ് ഓഫ് മണി. ഓഫ് കോഴ്സ് പ്രൊഡ്യൂസർ നമ്മുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മളത് വളരെ കെയർഫുള്ളും കോൺഷ്യസും ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളത് എഡിറ്റിൽ അങ്ങനെയാണ് ഞാൻ ശ്രമിക്കണത്. ഫോർ മീ ഇറ്റ്സ് എ ലേണിംഗ് ആസ് വെൽ. സി ഇത് ഞാൻ എപ്പോഴും പറഞ്ഞത് ഇത് എൻ്റെ ഒരു അറ്റംപ്റ്റ് ആണ്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ ചെയ്യണത് നമ്മൾ 200% നമ്മൾ എഫേർട്ട് ഇട്ടാണ് നമ്മൾ ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് അങ്ങനെയാണ് ഞാൻ എൻ്റെ ടീമിൽ നിന്നും എക്സ്പെക്ട് ചെയ്യണതും. സോ ഐ എം ബ്ലെസ്ഡ് ദാറ്റ് ഐ വാസ് ഏബിൾ ടു വർക്ക് വിത്ത് വെരി ടാലന്റഡ് പീപ്പിൾ. അപ്പം ഇവര് ചെയ്തൊരു കോൺട്രിബ്യൂഷൻ ഹംബിൾ ആയിട്ട് ഇങ്ങനെ പറയുന്നു, ഇവരുടെ കോൺട്രിബ്യൂഷൻ ഇസ് ഇമെൻസ്. Bharat, Joe Sunny just what do you call it, called your work incredible. Tell me, what was your work? I was just doing my part, that's it. Joe Sunny had mentioned that you were his what do you call it, right hand and left hand, standing by him He's throughout just the being movie. generous. All the work, most of the work were done by a teamwork, Definitely, but I'm sure you have what do you call it, you have your input in there. Of course, like What did you learn? What was your experience basically? my experience is all these years I've been learning about filmmaking, how the process of making films, and I just want to put it in the field, like in the practical world. So Joe's bro was like, we met, I got to know him in 2017. Yeah. I was supposed to do cinematography for one of his previous films, Yeah. but I couldn't do it, I was in uni. Yeah. And a couple of years later, he came up with a proposal that I could assist him, to do with this short film. Yeah. And so I see this as an opportunity, and so I immediately said, yes, bro, I'll do it, bro. So I was looking for an opportunity like that, to assist, to direct Yeah. films. I was trying, and so in Australia, it's very difficult, Yes. to make some such movies, in a bigger stage, Yeah. So I got this wonderful opportunity, and I said yes, and we worked on it, and it's been like we started working 3 months, I guess, like in a pre-production stage. So we keep on working and keeping in contact and all the stuff. Okay. So it was a wonderful experience for me. Good. But you didn't know Joe Sunny then when you were studying? I did. Oh, okay. So that was my first year in Australia as well, Okay. 2017. Okay. So I was my first semester, I guess. Yeah. So he was doing Urjam, Okay. one of his movies. Yeah. He called me to do cinematography for his film. Yeah. I couldn't do it because I was, stuck up with the schedule and all that. Like Yeah. I didn't know how to cope up with that, so I couldn't do it at the moment. Okay. And later, a couple of years later, like I was somehow I contacted him, and we both kept in touch, And later, he was in India, by the way. Yeah. And he came back to Australia, and he called me one day, and he proposed something he has in mind, like Yeah. something about one line slug line or something like Yeah. that. So we will work on it, but I'll keep post you on it. Like he was just vaguely said like that. Okay, bro, sure, bro. I was like that, and in a couple of months we were on board, like Yeah. on a full length script and all that. That's how we made this movie. That's how Right. it all started, actually. Sounds really, really interesting actually, especially for എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന ഒരു experience in the movie. Even when we were talking to the actors, the process that has gone through to each and every detail of the movie. What do you think? Because you have, even if it is on your own, you have learned or you have gone through the different processes of filmmaking. Yeah. How will you compare from what you have learned or read about to what Joe Sunny did? We did everything possible that a proper production house would have done it for, Okay. feature films or something like Yeah. that, or mainstream movie industries. Yeah. We did everything that sort. We went for location scout. We went to costume Yeah. selections and looking for the palettes and stuffs. Yeah. How it will look in the output and all that, like the colors and the backgrounds and all that. Like
what all the props should be in the places. We went through each and every part of that. You know, it was a beautiful experience, you know, trying out each thing, you know, by ourselves, you know. We don't have much people to work on it, so we have to do by ourselves. And it was really thrilling and you know, engaging. It was a very beautiful experience and learning actually. So now, Joss, I have to ask you this. The actors mentioned ചെയ്തായിരുന്നു അത് each of them അവരുടെ ക്യാരക്ടറിന് വേണ്ടി you had done workshops and so that they can prepare. So I'm just wondering, so you actually studied these characters so well. എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്? So before that, tell me, who wrote the script? ഞാനാണ് സ്ക്രിപ്റ്റ് എഴുതിയേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടേഴ്സ് എങ്ങനെ ഇരിക്കണം എന്ന് നമ്മൾ എഴുതിയ ഒരാളെന്നുള്ള രീതിയിൽ നമുക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ബാക്ക് സ്റ്റോറീസ് ഉണ്ടാക്കുന്നു. എന്ത് സിനിമ വി ആർ ആക്ച്വലി ആസ് എ ഫിലിം മേക്കർ വി ആർ ട്രൈങ് ടു ആക്ച്വലി കമ്മ്യൂണിക്കേറ്റ് എ വേൾഡ്. ഒരു ലോകം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ ലോകം എങ്ങനെ ഇരിക്കണം എന്ന് ആദ്യം കാണുന്നത് അതിൻ്റെ ആ സംവിധായകനാണ്, അതിൻ്റെ സംവിധായകൻ. ഈ സ്ക്രിപ്റ്റ് നമ്മൾ എഴുതിയതിന് ശേഷം നമ്മൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പം നമ്മൾ അതിനുവേണ്ടി ഈ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളൊരു ബെസ്റ്റ് കേസ് സിനാരിയോയിൽ എങ്ങനെ നമുക്കിത് ആൾക്കാരുടെ ചെയ്യാം. ആൻഡ് മോസ്റ്റ് ഓഫ് ആ വർക്ക്ഷോപ്സ് ഓൺലൈൻ. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എനിക്ക് ആക്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആക്ടേഴ്സ് വളരെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അവർ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിന് കാണിച്ചേക്കുന്ന ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's unbelievable. And they have come from many parts of Australia, is it, or New South Wales? പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആൾക്കാർ. ഈ ആൾക്കാരെല്ലാവരും നമുക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അത് ഒബ്വിയസ്ലി ഐ ഫീൽ ദാറ്റ് സിനിമയിൽ കാണാൻ പറ്റും എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ പ്രോസസ്സ്. ഞാനെപ്പോഴും വിശ്വസിക്കുന്നത്, ഇപ്പോൾ ഞാൻ 4ാമത്തെ അറ്റംപ്റ്റാണ് എൻ്റെ. വളരെ വളരെ ഹമ്പിൾ അറ്റംപ്റ്റുകളാണ് ഇതെല്ലാം. പക്ഷേ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ആസ് എ ഫിലിം മേക്കർ യു നീഡ് ടു ഹാവ് എ വെരി ക്ലിയർ കൺവിക്ഷൻ. അതിപ്പോൾ തുടക്കക്കാരനായാലും വേറെ 10 സിനിമ ചെയ്ത ഒരാളായാലും അയാളുടെ സിനിമ എങ്ങനെ ഇരിക്കണമെന്ന് അയാൾക്ക് അറിയണം എന്ന് അതാണ് ഏറ്റവും ഫസ്റ്റ് പ്രീ റിക്വസിറ്റ്. അപ്പോൾ അതറിയണ ഒരാളെന്നുള്ള രീതിയിൽ എൻ്റെ സിനിമ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഞാൻ എഴുതിയൊരു സിനിമ എങ്ങനെ വന്നെന്ന് നമുക്കറിയണമല്ലോ. നാളെ ദാറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ അതാണ് ഞാൻ ശ്രമിച്ചേക്കുന്നത്. So when you wrote the script, and then did it evolve at any point to another, like did you change things in it to make things a little bit more better, or did you just stick to the script as it is? Basically once we finished writing the script, and I always believe that you only know 40% of it. This is what I believe in. Like, you know, the world which you've created, it evolves. It evolves in front of you. It evolves through the characters. But I believe that I can only understand 40%. ഇത് ഒരിക്കലും ഒരു പൂർണ്ണതയിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ബേസിക്കലി അങ്ങനെയാണ് ആ സ്ക്രിപ്റ്റ് ഞാൻ അതിനെ കാണുന്നത്. അതിൻ്റെ ഒരു രീതി അത് നമ്മൾ ആക്ടേഴ്സിൻ്റെ അടുത്തും ആക്ടേഴ്സ് അത് വന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ വേൾഡ് കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാവുന്നു. അപ്പോൾ അവരും കൂടെ ദേ ആർ ഓൾസോ പാർട്ട് ഓഫ്, I mean, they are helping me in a way, you know, to understand this world. That is awesome. So you have already seen the movie. I mean, you finished the shoot and you have seen the full, what do you call, the scenes back to back. What do you feel? See, നമ്മൾ എന്താണോ ഞാൻ കൺസീവ് ചെയ്തത് അത് അതിൻ്റെ അറ്റംപ്റ്റ് is quite evident there. പിന്നെ ഞാൻ പറയേണ്ടത് എപ്പോഴും സിനിമ സംസാരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു നല്ല സിനിമയായിരിക്കും എന്ന് ഗ്യാരണ്ടി ചെയ്യാം. ഈ സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂലേ എന്നുള്ളത് എൻ്റെ കൺട്രോളിലല്ല അത്. ആൻഡ് ഐ ഡോണ്ട്, ടു ബി ഓണസ്റ്റ് വിത്ത് യു, ഞാൻ അതിൽ കൂടുതൽ വറീഡ് ആകാറില്ല. ഞാനൊരു സിനിമ വളരെയധികം ആത്മാർത്ഥമായിട്ട് എൻ്റെ ടീമും ആത്മാർത്ഥമായിട്ട് ആ സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ we're all happy. Let's see. So what is coming next? So you have the post-production teams, and I can see familiar mainstream names on the banner and everything. Tell me about the post-production now, and when we can actually see the movie.
ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഇപ്പോൾ പോസ്റ്റേഴ്സിൽ കാണുന്ന പേരുകൾ എന്നൊക്കെ പറയണത് അതൊക്കെ വലിയ നെയിംസ് ആണ്. ഐ മീൻ ഐ എം നോട്ട് ഈവൻ ഐ ഡോണ്ട് തിങ്ക് ഐ ഡിസേർവ് ടു ബി അസോസിയേറ്റഡ് വിത്ത് ദാറ്റ്. നമ്മൾ ചെറിയ തുടക്കം ചെയ്യുന്ന ചില ആൾക്കാർ. മെജോ ജോസഫ് ആണ് മ്യൂസിക്. മെജോ ജോസഫ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് മ്യൂസിക്കിൽ. സൗണ്ട് ഐ മീൻ ഡയലോഗ് ചെയ്യണത് എൻ്റെ വളരെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ദിനേശ് നീലകണ്ഠനാണ്. ഈസ് ഓൾസോ ഇൻ മെയിൻ സ്ട്രീം ഫിലിംസ്, മെയിൻ സ്ട്രീം സിനിമ. സൗണ്ട് ഡിസൈൻ ചെയ്യണത് വരുൺ ഉണ്ണി ആൻഡ് രാജേഷ് ആണ്. പിന്നീട് ഓഫ് കോഴ്സ് ലിറിക്സ് ചെയ്യണത് ഷോബിൻ കണ്ണങ്കാട്ടാണ്. ഷോബിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ കായംകുളം കൊച്ചുണ്ണിയൊക്കെയാണ് പുള്ളി ചെയ്തിരിക്കുന്ന ലിറിക്സ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇത് ആൻഡ് ഇറ്റ് വാസ് ഇൻക്രെഡിബിൾ വർക്കിംഗ് വിത്ത് ദിസ് ടീം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എം ജസ്റ്റ് യുനോ ഇൻ മൈ വെരി ഏർലി ബിഗിനിങ് സ്റ്റേജ്. ഓഫ് കോഴ്സ് അംബീഷ്യസ് ആണ് നമ്മളും, പക്ഷെ അവരുമായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ അതിന് എനിക്ക് നന്ദി പറയേണ്ടത് ഇവിടെ ഇപ്പുറത്തിരിക്കുക, സിനിമയുടെ ഇപ്പുറത്തിരിക്കുന്ന എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അടുത്താണ്. കാരണം ഇത് എല്ലാം സംഭവിക്കണത് ദ ഫൈനൽ ഒരു സിനിമ സംഭവിക്കണത് എപ്പോഴും ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവുമ്പോഴാണ്. ആ പ്രൊഡ്യൂസർ അതിനുവേണ്ടി ആ ക്വാളിറ്റിക്ക് വേണ്ടി ആ പ്രൊഡ്യൂസർ ചെയ്യണ ഒരു നമുക്ക് തന്നൊരു സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ഐ ഫീൽ ദാറ്റ് വിതൗട്ട് അനീഷ് ദിസ് ഇസ് നോട്ട് പോസിബിൾ, ദിസ് ഇസ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. സോ അതിന് നന്ദി പറയേണ്ടത് എനിക്ക് പ്രൊഡ്യൂസറിൻ്റെ അടുത്താണ്. അങ്ങനെ ഒരുപാട് ക്വാളിറ്റി ആയിട്ടുള്ള ഇങ്ങനത്തെ ആൾക്കാരുടെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതെ, ഓഫ് കോഴ്സ്. രാജേഷ്, just one more question to you. See, when you saw the movie and when you were shooting, so ഷൂട്ട് ചെയ്യുമ്പം നമുക്ക് ഇതിങ്ങനെ ആയിരിക്കണം വരേണ്ടത് എന്നാണല്ലോ നമ്മൾ ഇത് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത്. സോ വെൻ യു സോ ഇറ്റ് അറ്റ് ബാക്ക് ടു ബാക്ക് സീൻസ് ആയിട്ട് കണ്ടപ്പം വാട്ട് ഡിഡ് യു ഫീൽ? ഡിഡ് യു ഫീൽ യെസ് ഇറ്റ് ഹാസ് യെസ് ദിസ് ഇസ് വാട്ട് ഐ വാണ്ടഡ് ഓർ ദിസ് ഇസ് വാട്ട് ജോസ് വാണ്ടഡ് എന്നായിരിക്കും പറയണ്ടല്ലേ? It's a team, of course. അങ്ങനെയല്ല, അതെനിക്ക് ഓരോ സീൻ കഴിയുമ്പോഴും അങ്ങനെ തോന്നും. കാരണം അഭിനയിക്കുന്നത് ഒരു അമേസിങ് പെർഫോമൻസ്. അപ്പോൾ പുള്ളി അത് മനോഹരമായി ഡയറക്റ്റ് ചെയ്യുന്നു. ഞാനല്ലേ ആദ്യം കാണുന്നത്. അപ്പോൾ എനിക്കത് ശരിക്കും സിനിമ കണ്ടതുപോലെ ഞാൻ ശരിക്ക് എനിക്ക് അന്ന് മുതലേ അതുണ്ട്. പക്ഷേ സീനുകൾ എങ്ങനെ കണക്ട് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. അത് അവിടെ വെച്ച് ബ്രോ എന്നോട് പറയും ഇങ്ങനെ ചെയ്യും. ഞാൻ ഒന്ന് ചോദിക്കാൻ നോക്കും, പക്ഷെ അതിൻ്റെ കാര്യമില്ല. പുള്ളി കൃത്യമായിട്ട് അത് പറയും, അത് ഷൂട്ട് ചെയ്യുന്നു. ആ എഡിറ്റിൽ വന്നപ്പോൾ അത് മനോഹരമായത് എഡിറ്റ് ചെയ്തു. സോ അത് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു വണ്ടറല്ലേ, ഓ ഇത് ഇങ്ങനെയായിരുന്നു വന്നിരിക്കുന്നത്. ഓഫ് കോഴ്സ്. ഓക്കെ, അനീഷും കണ്ടിരുന്നു അല്ലേ? ഞാൻ കണ്ടു. അപ്പോൾ യു ആർ ഹാപ്പി നൗ ദാറ്റ്? ഐ ആം സോ ഹാപ്പി. ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഇവരെല്ലാവരും ഞങ്ങളെല്ലാവരും സിനിമ കണ്ടു. സിനിമയുടെ ഒരു പ്രിവ്യൂ പോലെ നമ്മളൊരു ഇപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലല്ല നമ്മൾ കണ്ടേക്കണം, ഒരു 40% നമ്മൾ കണ്ടു. ആൻഡ് എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ടീം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആക്ടേഴ്സിനെ നമ്മൾ അതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് മോണിറ്റർ നമ്മൾ കാണിക്കാറില്ല. അപ്പോൾ ഇത് മോണിറ്റർ കാണിക്കാറില്ലാത്തത് കൊണ്ട് അതിന് ദർ ഇസ് എ റീസൺ ടു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മാക്സിമൈസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അവരുടെ പെർഫോമൻസ് ഒരു ഡീഫോൾട്ട് ആകരുത് അവർ കണ്ടിട്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവരും ഏകദേശം കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ നമ്മുടെ ടീം അത് കണ്ടപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് അവർക്കും മനസ്സിലായി. പിന്നെ ഞാൻ നേരത്തെ ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതൊരു ഭയങ്കര വലിയ സിനിമയോ അങ്ങനെയൊന്നുമല്ല. നമ്മളിപ്പോഴും വി ഹാവ് അറ്റംപ്റ്റഡ്, ഇതൊരു അറ്റംപ്റ്റ് ആണ്. ഇങ്ങനെ സിനിമ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, 3 പേര് കൊണ്ടൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്തൊരു 10-80 പേരിൻ്റെ അടുത്ത് അഭിനയിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ. എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ഫസ്റ്റ് ടൈം മേ ബി ഇൻ ഓസ്ട്രേലിയ ഇങ്ങനത്തെ ഒരു സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം എത്രത്തോളം ആൾക്കാരിൽ എത്തുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ വിജയം. പിന്നെ നേരത്തെ സിനിമ ചോദിച്ച പോലെ എന്തുകൊണ്ട് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നു, ഇതിപ്പോൾ പറയേണ്ട സിനിമയാണ്. ഇത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സിനിമയാണ്. ഇത് തന്നെയാണ് നാട്ടിലുള്ള ആൾക്കാരും എക്സൈറ്റഡ് ആയത്. ഇപ്പൊ മെജോ ജോസഫിന് എൻ്റെ ഒരു സിനിമ ചെയ്യേണ്ട കാര്യമില്ല, അതേപോലെ ദിനേശ് നീലകണ്ഠനും. സോ വെൻ ദ ഐഡിയ യു നീഡ് ടു ഇൻസ്പയർ പീപ്പിൾ വിത്ത് യുവർ ഐഡിയ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ അവരെ ഇൻസ്പയർ ചെയ്താൽ ദെൻ ദേ വിൽ ഡു ഇറ്റ്. അങ്ങനെയാണ് എല്ലാ ആൾക്കാരും നമ്മുടെ ഇതിലോട്ട് വന്നത്. എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് ജോലി എടുക്കുന്നത്. ഞാൻ ആ വിഷനിലോട്ട് ഇവരെ കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമാണ്. And I think that is it. So
he connected with outstanding script. യെസ് ഐ തിങ്ക് എനിക്കിതിനകത്ത് ഇപ്പം കാണുന്നത് ഞാൻ ആക്ടേഴ്സിനോട് സംസാരിച്ചപ്പോഴും നൗ വിത്ത് ദ ക്രൂ ടു ദർ ഇസ് ദിസ് എലിമെൻറ്റ് ഓഫ് റിയൽ ബ്ലൈൻഡ് ട്രസ്റ്റ് ദാറ്റ് എവറി വൺ ഹാഡ് ഇൻ യു ദാറ്റ് ഇറ്റ്സ് എ ജോസ് സണ്ണി മൂവി ആൻഡ് യെസ് ദിസ് ഇസ് വാട്ട് ഹീ ക്യാൻ ഡെലിവർ എന്നുള്ള ആ ഒരു കംപ്ലീറ്റ് ട്രസ്റ്റിലാണ് ഐ തിങ്ക് എവറി വൺ വർക്ക്ഡ് വിത്ത് യു ആൻഡ് ഐ ക്യാൻ സീ ദാറ്റ് ഇവൻ ഭരത് മെൻഷൻഡ് ഇറ്റ് ഐ കുഡ് സീ ദ ജോയ് ഇൻ ഭരത്സ് ഫേസ് വെൻ ഹി വാസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ആൻഡ് ടു ബി പാർട്ട് ഓഫ് ദാറ്റ് അല്ലേ ഭരത് അത് എനിക്ക് തോന്നുന്നു ആൻഡ് രാജേഷ് പറഞ്ഞ പോലും ഈവൻ അനീഷ് ആൻഡ് ഈവൻ ദി അതർ ആക്ടേഴ്സ് ആൻഡ് ഐ തിങ്ക് നൺ ഓഫ് us can actually now wait to see the movie even though you are saying ഇതൊരു വലിയ മൂവി അല്ല എന്ന് പറയുമ്പോഴും I feel the process took a lot of time. A process took അതിൻ്റെ uniqueness. അങ്ങനത്തെ കുറേ സ്പെഷ്യൽ what do you call it, പ്രത്യേകതകൾ. I want to talk about this movie after we watch the movie also, so it will make more sense to all of us. So thank you very much, Sunny. It's so nice to be sitting next to you. So talented, so professional, so organized. Anish was പറയുന്ന പോലെ അപ്പോൾ ഇവരുടെയൊക്കെ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ എന്നിലേക്കും ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. Versatile genius. See, you Multitasking. He's doing multitask at the same time. I know, especially because ഞാനിപ്പം ചിന്തിക്കുന്നത് മെയിൻ സ്ട്രീം സിനിമയിൽ എല്ലാവരും ആ ജോലിയിലാണ് ചെയ്യുന്നത്. I mean, they are full time. Yeah, exactly. But you are taking care of your own home, you're doing a work, all this, but also coordinating a lot of people together. Actually, I can't, it's so overwhelming for me to think, how did you bring it all together and how was that script, how was that organization? I would like to get into that. Anyway, thank you so much. താങ്ക് യു സിമി. അപ്പോൾ സിമിനോട് നന്ദി പറയുന്നു. കാരണം സിമി ഇത്രയും നേരം നമ്മളുടെ ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു കുട്ടി ചോദിക്കണ പോലെ ചോദിക്കുമ്പോഴാണല്ലോ നമുക്ക് ഈ സിനിമയെ കുറിച്ച് അതേപോലെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് എടുക്കാനും അത് സിമിയുടെ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് answer ചെയ്യാം. Thank you so much. I am very, very excited. I can't wait to see the movie. Anyway, best of luck to all of you, and we are waiting for more projects like this. All right. so much. Thank you. Thank you so much.